ഫെഡറൽ ബാങ്ക് യൂസേഴ്സിന് ഒരു തരത്തിലുള്ള ഈടും കൊടുക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ വേണോ? അങ്ങനെയുള്ളവർക്ക് ഓപ്ഷനാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. സാധാരണ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ പോയി തലവെക്കുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ നോക്കില്ല. എന്നാൽ ഒന്നെങ്കിൽ മുടിഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും വരിക. അതായത് 30%, 35% ഒക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റിനെത്തി തന്നെ വരുന്നത്. അതല്ലെങ്കിൽ ഫ്രോഡ് ആപ്ലിക്കേഷനിൽ പോയിട്ടായിരിക്കും തലവെക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഫെഡറൽ ബാങ്ക് കൊടുക്കുന്ന പേഴ്സണൽ ലോണാണ് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ. ആർക്കൊക്കെ ലഭിക്കും, എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ കൊടുക്കണം, അതേപോലെ തന്നെ നിങ്ങളുടെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് തുടങ്ങിയ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫെഡറൽ ബാങ്കിൻ്റെ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കംപ്ലീറ്റ്ലി പേപ്പർലെസ് ആണ്. ക്വിക്കായിട്ട് ഡെലിവറി ചെയ്യും. കംപ്ലീറ്റ്ലി ഡിജിറ്റലുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതായത് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയെല്ലാം ഫെഡറൽ ബാങ്കിൻ്റെ കയ്യിലുണ്ട്. ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും കൊടുത്തിട്ടാണ് അക്കൗണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സാലറി കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള അർഹതയുണ്ടോ എന്ന് തന്നെ ഫെഡറൽ ബാങ്കിന് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കാരണം കംപ്ലീറ്റ്ലി നിങ്ങൾ ഡോക്യുമെൻ്റ് ഓൾറെഡി നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. എന്നാലും നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് 750 മുകളിൽ വേണം. നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് മുകളിൽ സാലറി വേണം. ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം 25,000 രൂപയ്ക്ക് സാലറി വേണം. ഇത് കൂടാതെ തന്നെ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ശരാശരി ആനുവൽ ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു 2 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. എത്ര രൂപ വരെ ലഭിക്കും? 30,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇൻട്രസ്റ്റ് എനർജി വരുന്നത് 10.53% ആണ്. നിങ്ങൾ എടുക്കുന്ന എമൗണ്ട്, അതിൻ്റെ കാലാവധി, നിങ്ങളുടെ സിബിൽ സ്കോർ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ വരാം. അതേപോലെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 12 മാസത്തിനുള്ളിലും 60 മാസത്തിനുള്ളിലും അടച്ചു തീർത്താൽ മാത്രം മതി. അതായത് 5 വർഷം വരെയാണ് ശരാശരി കാലാവധി ലഭിക്കുന്നത്. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നത് 1%-നും 3%-നും ഇടയിലും, നിങ്ങൾ നേരത്തെ അടച്ചു തീർക്കുകയാണെങ്കിൽ 2%-നും 5%-നും ഇടയിലാണ് അതിൻ്റെ പ്രീപേയ്മെൻറ്റ് ചാർജായിട്ട് വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്ബുക്ക് എന്ന പറയുന്ന ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതിൽ ലോൺ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു മെനു കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക, റിക്വസ്റ്റ് ലോൺ. അതിൽ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന് കാണാൻ സാധിക്കും. അത് മുഖേനയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പേഴ്സണൽ ലോണിൻ്റെ പേര് തന്നെ, ഇൻസ്റ്റൻ്റായി ലഭിക്കുന്ന പേഴ്സണൽ ലോണിൻ്റെ പേര് തന്നെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്നതാണ്. കംപ്ലീറ്റ്ലി പേപ്പർലെസ് ആണ്. ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് തന്നെ ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫെഡറൽ ബാങ്ക് യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് ആണ് നിങ്ങളെങ്കിൽ, വളരെ വേഗത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ ലഭിക്കാനുള്ള മാർഗ്ഗമാണ് ഇത് എന്ന് പറയുന്നത്. വളരെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇതിനകത്ത് വരില്ല. അതായത് മറ്റ് NBFCകളേക്കാൾ താഴെ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുകയും ചെയ്യുക. വളരെ വേഗത്തിൽ പാസ്സായി കിട്ടുകയും ചെയ്യും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മാനുവലായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകും. കംപ്ലീറ്റ്ലി ഫെഡ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ മുഖേനയാണ് ഇത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.